നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എപ്പടി ഇരിക്കേ? സൂപ്പറാ ഇരിക്കേ? അരം മോഡലിന് ചോദിച്ച വളരെ 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 പ്രാധാന്യമുള്ളൊരു പോർഷൻ തന്നെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതിൻ്റെ മോഡൽ ചോദിച്ച് അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഈ വീഡിയോയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേക്കാം, റിപ്പീറ്റ് ചെയ്തേക്കാം. അന്നേരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരാൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാതിരിക്കാൻ പാടില്ല. 2 മിനിറ്റ് കൊണ്ട്, വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങളിത് പഠിച്ചു തരും. 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 minutes ഓൺലി. ബെറ്റർ. അത്രയേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കും മോഡലിൽ വെച്ച് അതേ പ്രോബ്ലം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ എഴുതാൻ നല്ല പട്ടക്കനായിട്ട് വരണം. കിഡിലോസ്കിയായിട്ട്, കിഡിലനായിട്ട്. എപ്പടി 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 അന്നേരം അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്യുവർ വാട്ടർ, ശുദ്ധജലം, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം, കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം, പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഒരു ഭയങ്കര പവറാണ്. വാട്ടർ തെറാപ്പി എന്നൊക്കെ പറയുന്ന പോലെ വെള്ളം ഭയങ്കര ഒരു പവറാണ്. ഒരു ദിവസം മിനിമം ഒരാൾ 1 ലിറ്ററോ 2 ലിറ്ററോ വെള്ളമെങ്കിലും മിനിമം, 1 ലിറ്ററെങ്കിലും മിനിമം ഏത് മഴയത്തും ചൂടത്തും കുടിച്ചിരിക്കണം. അത് തണുക്കാത്ത വെള്ളമല്ല, സാധാ പച്ചവെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് കുടിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ തുടുത്ത് മറിയുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ പോലും ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക. മിനിമം 1 ലിറ്ററെങ്കിലും. അന്നേരം ഒരു മാജിക്കൽ പവറുള്ളതാണ് ഇതിന്, വാട്ടർ. അന്നേരം അനോമലസ് എക്സ്പാൻഷൻ, അനോമലസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അർത്ഥം സഡൻ എക്സ്പാൻഷൻ എന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരണം. സഡൻ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എങ്ങനെ സംഭവിക്കുന്നു, വാട്ടറിന് എങ്ങനെയാണ് പെട്ടെന്നൊരു എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് നിർബന്ധമായിട്ട് നിങ്ങൾ 2 മാർക്കിനാണെങ്കിലും 3 മാർക്കിനാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഗ്രാഫ് വരച്ചിരിക്കണം. എക്സ് ആക്സിസ് ഉണ്ട് ഗ്രാഫിന്, വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിൽ എപ്പോഴും ടെമ്പറേച്ചറും വൈ ആക്സിൽ വോളിയമാണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ലിക്വിഡ്സും ഹീറ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ വെള്ളം, വാട്ടർ സാധാരണ രീതിയിലൊന്നും പറ്റത്തില്ല. അവനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഒരു വീട്ടിൽ 4 മക്കൾ, 2 മക്കളുണ്ടെങ്കിലും ഇവൻ പ്രത്യേക കാറ്റഗറിയാണ്, ഇവൻ പ്രത്യേക സ്വഭാവമാണ്, കുരുത്തം കെട്ടവനാണ് എന്നൊക്കെ പറയുന്ന പോലെ ഇവനൊരു പ്രത്യേക സ്വഭാവം വെള്ളത്തിന് മാത്രമുണ്ട്. എല്ലാ ലിക്വിഡ്സിനും കൂട്ടല്ല. എല്ലാ ലിക്വിഡ്സും എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പം എക്സ്പാൻഡ് ചെയ്യും. വാട്ടറിൻ്റെ പ്രത്യേകത ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ 0 ടെമ്പറേച്ചറാണ്. 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാം 0 മുതൽ 4 വരെ വെള്ളത്തിന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പെട്ടെന്ന് 4 കഴിയുമ്പം പെട്ടെന്ന് അതിൻ്റെ വോളിയം കൂടി. സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ മതി, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയും. നമ്മൾ അതിന് മുമ്പേ ഒരു ചെറിയൊരു റിലേഷൻ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ, മാസ് ബൈ വോളിയം അല്ലേ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നല്ലേ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടിയാൽ വോളിയം കുറയും, ഡെൻസിറ്റി കുറഞ്ഞാൽ വോളിയം കൂടും. ഇൻവേഴ്സ്ലി ഒരെണ്ണം കുറഞ്ഞാൽ മറ്റേത് കൂടും, ഒരെണ്ണം കൂടിയാൽ മറ്റേത് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി ഞാൻ കാര്യഗൗരവമായിട്ട് എന്താണ്ടേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ലിക്വിഡ്സ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ബട്ട് വാട്ടർ ബിഹേവ്സ് ഇൻ എ പെക്യൂലിയർ വേ. വെള്ളത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. When water is 0 degree Celsius is heated, its volume decreases and density increases. 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ഏകദേശം വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് കുറവായിരിക്കും, വോളിയം കുറവായിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ until the temperature reaches 4 degree Celsius, 4 degree Celsius അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എബോവ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ കൃത്യം 4 ഡിഗ്രി സെൽഷ്യസ് അല്ല, ഏകദേശം 4.12 അങ്ങനെ കണ്ട് 4.2 ഇടയിൽ വരുന്ന ഒരു 4 കഴിഞ്ഞിട്ട് പെട്ടെന്ന് വോളിയം കൂടും. വോളിയം കൂടുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്ത് കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാം ഡെൻസിറ്റി കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. എബോവ് 4 degree Celsius, volume increases and density decreases. It is called anomalous expansion of water. ഇത്രയേ ഉള്ളൂ. കാരണം എത്ര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം.
എല്ലാ ലിക്വിഡ്സും എക്സ്പാൻഡ് ചെയ്യും ഹീറ്റ് ചെയ്യുമ്പം. പക്ഷേ വാട്ടറിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇത് കേട്ട് 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പറയരുതോ, 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ വോളിയം കുറവായിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. എബോവ് 4 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വോളിയം പെട്ടെന്ന് റൈസ് ചെയ്യും, ഡെൻസിറ്റി കുറയും. ഇതിനെ പറയുന്ന പേരാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വേണ്ടേ, കഴിഞ്ഞു. ഇത് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പറ്റും, എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റും. അന്നേരം ഗ്രാഫ് മസ്റ്റ് കണ്ണാ മസ്റ്റ്, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഗ്രാഫ് മസ്റ്റാണ്. മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫ് വരച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എഴുതണം. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഈസ് ഫിനിഷ്ഡ്. ഇനി മോഡലിനെ ചോദിച്ച അതേ പ്രോബ്ലം, ചിലപ്പോൾ അതേ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്താൽ സിമ്പിൾ. ഇത് ഞാൻ ഇക്വേഷനൊക്കെ പഠിപ്പിച്ചതെന്നാണ്. സിമ്പിളായിട്ട് ചെയ്യാം. പോകാം. ഒരു സിമ്പിൾ 1 മിനിറ്റത്തേക്ക് പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ റെഡി? റെഡി. ആർ യു റെഡി? മസ്റ്റ് റെഡി. ഇനി നമ്മൾ ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിൻ്റെ മോഡലിന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോബ്ലം ചോദിച്ചു. പലരും ഈ പ്രോബ്ലം കാണുമ്പം ഒയ്യോ പ്രോബ്ലം ഞങ്ങൾക്ക് വയ്യ സാർ, നമ്മൾ പഠിപ്പിച്ച സെയിം വാല്യൂ പോലും മാറ്റാതെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് നോക്കൂ, വാല്യൂ പോലും മാറ്റാതെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. മാഷ് ചുമ്മാ പറഞ്ഞല്ല, ഇതെല്ലാം തെളിവുകളല്ലേ, കാണാം കൃത്യമായിട്ട്, വാല്യൂ പോലും വ്യത്യാസമില്ലാതെ. അത് മാഷിൻ്റെ വലിയ ക്രെഡിറ്റ് എന്നല്ല, ഭാഗ്യമാണ്, ദൈവാധീനമാണ്. നിങ്ങൾക്കും നിങ്ങളുടെയും ദൈവാധീനമാണ്. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം അതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി required to convert 10 kilogram of water at 100 degrees Celsius to steam at 100 degrees Celsius. എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന പോലെ കൊനസ്റ്റ് പിടിപ്പിച്ചൊക്കെ ചോദിക്കും. സിമ്പിൾ. അവർ തന്നിരിക്കുന്ന ഒരു ഡേറ്റിലുണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ലേറ്റന്റ് ഹീറ്റ് തന്നിട്ടുണ്ട് 22.6 × 10⁵ ജൂൾ കിലോഗ്രാം റേസ് ടു -1. സിമ്പിൾ. നമുക്ക് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ്. പലർക്കും എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് അല്ലേ, എന്തോ കണ്ടുപിടിക്കേണ്ടതെന്നാണ് ആദ്യം സംശയം. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. Q ഈസ് ഈക്വൽ ടു MLV. M എന്ന് പറഞ്ഞാൽ മാസ്, LV എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതേപോലെ ഇക്വേഷൻ ഇങ്ങനെയുണ്ട്, MLF. LF എന്ന് പറഞ്ഞാൽ എന്തുവാ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഈ ഇക്വേഷനും ചോദിക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട്. M എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. LV തന്നിട്ടുണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ 22.6 × 10⁵ ജൂൾ കിലോഗ്രാം റേസ് ടു -1. മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, സിമ്പിൾ. Q ഈസ് ഈക്വൽ ടു എമ്മിന് പകരം 10 × LVക്ക് പകരം 22.6 × 10⁵. 10 എന്ന് പറഞ്ഞാൽ 10⁻1 എന്നാണ്. അതിന് കാൽക്കുലേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. 10 എന്ന് പറഞ്ഞാൽ 10⁻1. അന്നേരം 10⁻1 × 10⁵ എത്ര? 10⁶. A⁻m × A⁻n, A⁻m + n. അങ്ങനെയാണെങ്കിൽ 10⁻1 × 10⁻1 × 10⁵ എന്ന് പറഞ്ഞാൽ 10⁶. സിമ്പിൾ. വേറെ നിങ്ങൾ നോക്കിയ ഉത്തരം 22.6 × 10⁻1 × 10⁵ 10⁶. അങ്ങനെ യൂണിറ്റ് വളരെ തെറ്റിക്കും. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ്. ഈ യൂണിറ്റ് ഒന്നും എഴുതി വെക്കരുത്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്. സിമ്പിൾ. ഇതിനാണ് 2 മാർക്ക് മോഡൽ ചോദിച്ചത്. വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. നിങ്ങൾ ഈ ടോപ്പിക്ക് മൊത്തം കാണുമ്പോൾ 10 മിനിറ്റ് താഴെ ഉള്ളൂ. നിങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത്. ഇങ്ങനെ വേണം ഫിസിക്സ് പഠിക്കാൻ. ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ല പവറായിട്ട്, നല്ല പവർഫുള്ളായിട്ട് മാർക്ക് കിട്ടും. നല്ല പവറായിട്ട് പഠിക്കുക. വെയിറ്റ് ആൻഡ് സീ. Until then, bye bye, see you. Okay, va.